ഹലോ, ഹോപ്പ് യു ഓൾ ഗുഡ്. വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ, കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസൊക്കെ ഇരിക്കട്ടെ. അപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ് വരും അല്ലേ. അല്ലറ ചില്ലറ അലങ്കാര പരിപാടികൾ. ഞാൻ ആദ്യമായിട്ട് അജുനെ കണ്ടുമുട്ടുന്നത് 2010 കേട്ടോ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ. പിന്നെ ഞങ്ങളെ കല്യാണം എന്ന് പറയുന്നത് 2021 ഫെബ്രുവരി 4 ഓൾമോസ്റ്റ് 10 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ മാരേജ്. അതൊന്ന് മാരേജിലെത്തിക്കാൻ കുറേ കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. അതിന് ഈ ടൈമൊന്നും മതിയാവില്ല. അതുകൊണ്ട് പഴയതൊന്നും ഞാൻ ഓർത്ത് പൊടി തട്ടിയെടുക്കുന്നില്ല. ഇന്നിപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. സാധാരണ ഞങ്ങളുടെ എല്ലാ സെലിബ്രേഷൻസും വരാറുള്ളത് സാറ്റർഡേ നൈറ്റ്, പിറ്റേന്ന് സൺഡേ എല്ലാവർക്കും അവധിയുള്ള രീതിയിലാണ്. പക്ഷേ ഇത്തവണ എന്തോ ഇത് സാറ്റർഡേ ആയില്ല. ഫെബ്രുവരി 4 വരുന്നത് വെനസ്ഡേ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. സോ ഇന്ന് പെട്ടെന്നാക്കാന്നുള്ള പരിപാടിയിലാണ് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ ഞങ്ങളെക്കാൾ ഒരുപാട് ഹാപ്പി വന്നത് ഈ പിള്ളേരാണ് കേട്ടോ. അവർക്ക് ഒരുപാട് നേരം കളിക്കാനും ഒരുമിച്ചൊന്ന് കൂടെ കാണാനൊക്കെ ഉള്ളൊരു അവസരം ഇതിൽ കൂടെ കിട്ടും. ഇതിൽ മെജോറിറ്റി ഞങ്ങൾ നേഴ്സുമാരായതുകൊണ്ട് സൺഡേ ഓഫ് ഞങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമില്ല കേട്ടോ. 24/7 ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ദിവസമായിരിക്കുമല്ലോ ഓഫ്. പക്ഷെ ഞാൻ സാധാരണ എന്താ ചെയ്യാറുള്ളത് വെച്ചാൽ, ഇതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻസോ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് ഓഫ് ഇട്ട് വെക്കും. നമുക്ക് റിക്വസ്റ്റ് ഓഫ് എന്നുള്ള പരിപാടി ഉള്ളതുകൊണ്ട് ഏതാണോ ആവശ്യമുള്ള സമയങ്ങളിൽ ആ സമയത്ത് ഞാൻ ഓഫ് എഴുതി വെക്കും. അപ്പോൾ പിന്നെ കൃത്യമായിട്ട് നമുക്ക് ഡ്യൂട്ടി എടുത്തിട്ട് ഓഫ് കിട്ടും. അതാണ് എൻ്റെ പരിപാടി. പിന്നെ അജു അത്ര അത്യാവശ്യമാണെങ്കിൽ സിക്ക് ലീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം സിക്ക് ലീവ് എടുക്കും. അതല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ടൈമിങ്ങും ഇതൊക്കെ നോക്കിയിട്ട് സാറ്റർഡേ നൈറ്റ്, സൺഡേ അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യാറുള്ളത്. കേക്ക് കട്ട് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈടെ. സത്യം പറഞ്ഞാൽ ഈ വെഡിങ് ആനിവേഴ്സറി ഒരു 3-4 ദിവസം മുൻപ് ഞാൻ ഏട്ടനോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പപ്പൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്, നമുക്ക് കേക്ക് വാങ്ങി കട്ട് ചെയ്യാലോ. അതുകൊണ്ട് തന്നെ അവൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാനുള്ള ക്ഷമയൊന്നും അവനില്ല. ഞാൻ വിചാരിച്ചത് ആ കേക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാറുന്നതാണ്. പക്ഷെ എന്തോ പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ല. കേക്കിനോട് അവൻ ഇത്രയും ഇഷ്ടം വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സ്വീറ്റ് ആയിട്ടുള്ള ഒന്നും അവന് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കിട്ടാത്ത കാര്യങ്ങളോട് കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് കേക്ക്, ചോക്ലേറ്റ്സ് ഈ കാര്യങ്ങളോടൊക്കെ അവനൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പം ഇടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ കൊടുത്തു തുടങ്ങി കേട്ടോ. എന്നാലല്ലേ അതിനോടുള്ള ആ ഒരു ഇത് കുറയൂ. പിന്നെ ഈ കേക്കിനെ പറ്റി പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഈ മേടിച്ച കേക്ക് എനിക്കൊട്ടും ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. വൈറ്റ് ഫോറസ്റ്റാണ് മേടിച്ചത്. പക്ഷേങ്കിൽ ആ കാണാനുള്ള ഭംഗിയൊന്നും ആ കേക്കിൽ കഴിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാധാരണ കേക്ക് വാരിക്കഴിക്കുന്ന ഏടൻ ഇത്തവണ കുറച്ച് പുറകോട്ടായിരുന്നു. അതാ കേക്കിൽ എന്തോ ഒരു സംഭവം കൂടിയിട്ടുണ്ട്. വലിയ ടേസ്റ്റൊന്നും ആ കേക്കിന് ഉണ്ടായില്ല. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിയിലും ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. സർപ്രൈസായിട്ടൊന്നുമില്ല, ചിലത് സർപ്രൈസായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ വട്ടമൊന്നും ഒട്ടും സർപ്രൈസ് ആയിട്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണത്തെ അജുവിൻ്റെ സർപ്രൈസ് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. അജു എന്താണ് തരാൻ പോകുന്നത് എന്നുള്ളത് അജുവിൻ്റെ ഫോണിലെ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. കുറേ റിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എന്തിനൊക്കെ മേടിക്കാമെന്ന്. പക്ഷെ എൻ്റെത് സർപ്രൈസ് ആയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അജുവിന് അറിയേ ഉണ്ടായിരുന്നില്ല എന്താണ് എൻ്റെ പ്ലാൻ എന്നുള്ളത്. എന്നെ ഈ ഗ്ലാസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് സൂരജായിരുന്നു. അവനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവനായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അജുനാണെങ്കിൽ ആ ഗ്ലാസ് ഇഷ്ടമാവുകയും ചെയ്തു. അജു ഉദ്ദേശിച്ച ആ ഒരു മോഡലാണെന്ന് പറഞ്ഞപ്പോൾ ഡബിൾ ഹാപ്പി. പിന്നെ സൂരജിൻ്റെ അടുത്ത് ഗ്ലാസ് എടുത്തുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് അവൻ എനിക്കും കൂടെ ഒരു ഗ്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷെ അത് അടിപൊളിയായിരുന്നു. എനിക്ക് മാത്രമല്ല, ഏടിന് കളിക്കാനായിട്ട് 2 ഗ്ലാസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോട്ടോയും കൂടി എടുത്തു. അതാണല്ലോ മെയിൻ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.